രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 264 വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയ കാലത്ത് മുസ്ലിം സമൂഹത്തിന് വലിയ സാമ്പത്തിക ആവശ്യങ്ങളുണ്ടായിരുന്നു. പണക്കാരായ ചില സ്വഹാബികൾ ധാരാളമായി ദാനം ചെയ്തിരുന്നു. എന്നാൽ മാനുഷികമായ ചില സ്വഭാവങ്ങൾ കാരണം ചിലർ തങ്ങൾ നൽകിയ സഹായത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കാറുണ്ടായിരുന്നു. സഹായം സ്വീകരിക്കുന്നവൻ കൊടുക്കുന്നവന് മുന്നിൽ എപ്പോഴും തലകുനിച്ചു നിൽക്കണം എന്നൊരു ചിന്താഗതി ചിലരിലെങ്കിലും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അള്ളാഹു താക്കീത് നൽകിയത്. അള്ളാഹു പറഞ്ഞു, വിശ്വസിച്ചവരെ, ദാനം ചെയ്തത് എടുത്തു പറഞ്ഞുകൊണ്ടും ആളെ വിഷമിപ്പിച്ചുകൊണ്ടും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ പാഴാക്കരുത്. ശേഷം ഖുർആൻ നൽകുന്ന ഉദാഹരണം നോക്കൂ. ഒരു മിനുസമുള്ള പാറപ്പുറത്ത് അല്പം മണ്ണിരിക്കുന്നു. നല്ലൊരു മഴ പെയ്താൽ ആ മണ്ണൊലിച്ചുപോയി ആ പാറ വെറും വെളുത്ത ശൂന്യമായ പാറയായി മാറും. അതുപോലെയാണ് ദാനം നൽകിയിട്ട് അത് എടുത്തു പറയുന്നവന്റെ അവസ്ഥ. ഒരാളുടെ ദാരിദ്ര്യം അയാളുടെ അന്തസ്സ് പണയം വെക്കാനുള്ള കാരണമല്ല. ഒരു മനുഷ്യന്റെ വിശപ്പിനേക്കാൾ വലുതാണ് അയാളുടെ ആത്മാഭിമാനം. ആ ആത്മാഭിമാനത്തെ ഒരു വാക്കുകൊണ്ട് മുറിപ്പെടുത്തിയാൽ പിന്നെ നിങ്ങൾ നൽകിയ ലക്ഷങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. അതുകൊണ്ട് നമ്മുടെ ദാനങ്ങൾ ആത്മാർത്ഥമാകട്ടെ. എടുത്തു പറഞ്ഞ് അത് പാഴാക്കാതിരിക്കാം. നമ്മൾ നൽകുന്ന പണത്തേക്കാൾ വിലയുള്ളതാണ് വാങ്ങുന്നവന്റെ ആത്മാഭിമാനം. അത് മുറിപ്പെടുത്തിയാൽ ആ ദാനത്തിന് ദൈവത്തിന്റെ അടുത്ത് ഒരു വിലയുമില്ല.